വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. നമ്മൾ നോക്കാൻ പോകുന്ന SMKയുടെ ഒരു പുതിയ ന്യൂ അറൈവൽ വന്നിട്ടുണ്ട്. ടൈഫൂൺ എന്ന് പറഞ്ഞ മോഡലാണ്. പുതിയ ഷെൽ ഡിസൈൻ എത്ര നാൾ ഉണ്ടായിരുന്നില്ല, പുതിയൊരു ഷെൽ ഡിസൈനാണ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക്കലായുള്ള ഫീച്ചേഴ്സും അതിൻ്റെ ഗ്രാഫിക്സിലൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതാണ് ഹെൽമെറ്റ് വരുന്നത്, SMK ടൈഫൂൺ എന്ന് പറഞ്ഞ മോഡൽ. ഇതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ബേസിക്കലി പറയാൻ നേരത്ത് ഇന്നർ വൈസർ 94 ഇൻബിൽഡ് തന്നെ ഉണ്ട്. നമുക്ക് എക്സ്ട്രാ കോസ്റ്റിലൊന്നും 94 വരുന്നില്ല, ഇൻബിൽഡ് തന്നെ ആ പ്രൈസിൽ വരുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് ബാക്കിലുള്ള ഡിസൈൻ വൈസിന് പോയിൻറ്റഡ് ഷെൽ, ടോട്ടലി ഒരു പോയിൻറ്റഡ് ഷെൽ ഡിസൈനാണ്. പിന്നെ ബാക്കിലാണെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് സ്പോയിലർ കൊടുക്കുന്നുണ്ട്. SMKയിൽ അധികം സ്പോയിലേഴ്സിൻ്റെ ഡിസൈൻ SMKയിൽ വരാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൽ ഈ പ്രാവശ്യം മോഡലിൽ അത് നല്ല സ്പോയിലർ ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻസ് നോക്കാൻ നേരത്ത് ISA പ്ലസ് EC സർട്ടിഫൈഡ് ആണ്. ഇപ്പോൾ നേരത്തെ SMK മോഡൽസ് എല്ലാം EC സർട്ടിഫൈഡ് മാത്രമായിരുന്നു. ഇപ്പോൾ വരുന്ന മോഡൽസ് ISA പ്ലസ് EC സർട്ടിഫൈഡ്, 2 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഇൻബിൽഡ് തന്നെ. പിന്നെ അതുകൊണ്ട് അതിൻ്റെ വെയിറ്റ് കാറ്റഗറി വരാൻ നമുക്ക് 1550-1600 ഗ്രാംസ് ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ആവറേജ് വെയിറ്റ് വരുന്ന ആ ഒരു വെയിറ്റ് കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ ഇതിന് കളേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് സാമ്പിൾ പീസ് ഒരു ഗ്രാഫിക്സിൻ്റെ 3-4 കളേഴ്സേ വന്നിട്ടുള്ളൂ. പിന്നെ ബ്ലാക്കും ഗ്രീൻ എന്നൊക്കെ പറഞ്ഞ ഷെയ്ഡേ വന്നുള്ളൂ. പക്ഷേ ഓൾമോസ്റ്റ് ഒരു 12+ ഗ്രാഫിക്സ് നമുക്കിപ്പോൾ ലോഞ്ച് ആകാൻ പോകുന്നുണ്ട് അവരുടെ. പിന്നെ ബാക്കി ഉള്ളിലത്തെ കുഷ്യൻസിലേക്ക് പോകുന്ന നേരത്തെ ടൈപ്പ് ഡിസൈൻ കുഷ്യൻസ് അല്ല, എൻ്റെ ഡിഫറൻ്റ് ആണ്. ഒരു ലെതർ റാപ്പിംഗ് ഒക്കെ വന്നിട്ടുള്ള കുഷ്യൻ ഡിസൈൻസ് ആണ് വരുന്നത്. പിന്നെ ബ്ലാക്ക് ആണ്, ഫോം ഫുള്ള് ബ്ലാക്ക് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനും എൻ്റെ ഡിഫറൻ്റ് ആണ്, മീൻസ് കുഷ്യൻസ് എല്ലാം ഡിസൈൻസ് ഒക്കെ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ചിൻ കാർട്ടൺ വരുന്നുണ്ട്, അത് റിമൂവബിൾ ആണ്, ആവശ്യം നമുക്ക് റിമൂവ് ചെയ്യാം. പിന്നെ ലോക്കിംഗ് സിസ്റ്റം നോക്കാൻ നേരത്ത് ഡബിൾ ഡീറിംഗ് അല്ല, SMKയുടെ മോഡൽസ് ഒന്നും ഡബിൾ ഡീറിംഗ് അല്ല വരുന്നത്. ഈ മോഡൽ ഒരു ക്ലിപ്പ് ലോക്ക് തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അതും പഴയ ഒരു ട്രെൻഡിൽ തന്നെയാണ് അവർ കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ബാക്കിയുള്ള എയർവെൻസിൻ്റെ ആളൊക്കെ നോക്കാൻ നേരത്ത് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ഒരു എയർവെൻ പീസ് വരുന്നുണ്ട്. അത് വലിയൊരു പീസായിട്ട് വരുന്നത്. പക്ഷേ എയർവെൻ പോർഷൻ ചെറിയൊരു ഏരിയ ഉള്ളൂ. പക്ഷേ ആ ഒരു സ്ലോട്ട് ഒരു വലിയ ഡിസൈനിലായിട്ട് ഇവിടെ വയസ്സിൻ്റെ തൊട്ട് പോകുന്നത് ഫുള്ളായിട്ട് കവർ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് സെൻറ്ററിൽ തന്നെയാണെങ്കിലും ഡ്യുവലായിട്ടുള്ള സിംഗിൾ സെൻറ്ററിൽ തന്നെ ഒരു എയർവെൻ്റാണ് വരുന്നത്. പിന്നെ ഔട്ട് ഓൾമോസ്റ്റ് പുറകിൽ തന്നെ 2 എക്സോസ്റ്റ് ഔട്ടും വരുന്നുണ്ട്. ഇതൊക്കെയാണ് ബേസിക്കലി ഒരു മോഡലിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഇതിൽ ഗ്രാഫിക്സ് അത്യാവശ്യം നല്ല ഗ്രാഫിക്സിലൊക്കെ വരുന്നുണ്ട്, ലോഞ്ച് ആകാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡ് അവൈലബിൾ ആണ്, പ്ലെയിൻ ബ്ലാക്ക് ഗ്ലോസി മാറ്റ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നേരത്തെ പറഞ്ഞാൽ 4850 ആണ് മാറ്റ് ബ്ലാക്കും ആ പ്ലെയിൻ കളേഴ്സിനൊക്കെ വരുന്നത്. ഗ്രാഫിക്സിന് വരുന്ന റേറ്റ് വരുന്നത് 5150 ആണ്. ബേസിക്കലി ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. SMK ടൈഫൂണിൻ്റെ ഡീറ്റെയിൽസ് ആൻഡ് റിവ്യൂ നമ്മളിപ്പം പറഞ്ഞത്. അപ്പോൾ നമുക്ക് അധികം കസ്റ്റമർ റിവ്യൂസ് എങ്ങനെയാണെന്ന് അറിയില്ല, ജസ്റ്റ് മോഡൽസ് കുറച്ച് പീസാണ് നമുക്ക് മാർക്കറ്റിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ കസ്റ്റമർ റിവ്യൂസ് കണ്ടിട്ട് ബാക്കി വേറെ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആണ് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അതിനകത്ത് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം, അതെല്ലാം ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.